മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സോബിൻ ഷാഹിറിന് നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. മരട് പോലീസാണ് സോബിന് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇതിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണവുമായി സൗബിൻ സഹകരിക്കണം എന്ന ഒരു കാര്യമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നു. അതിലാണ് ഈ കേസിൽ സൗബിൻ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം വ്യക്തമാണ് എന്ന് പറഞ്ഞിരുന്നു. വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ രണ്ടുപേരുടെയും അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കിയിരുന്നു. അരൂർ സ്വദേശിയായ സിറാജ് വലിയതറ ഹമീദാണ് പരാതിക്കാരൻ. തന്നെ സിനിമാ നിർമ്മാണത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയായിരുന്നു നിർമ്മാതാക്കൾ എന്നതാണ്, സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കൾ എന്ന കാര്യമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. 7 കോടി മുതൽ മുടക്കിയ പരാതിക്കാരന് സിനിമ 250 കോടിയിലധികം രൂപ ലാഭമുണ്ടാക്കിയിട്ടും അതിൽ യാതൊരു വിഹിതവും നൽകിയില്ല എന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിനായി 1 രൂപ പോലും പറവ ഫിലിംസ്, അതായത് സോബിന്റെ നേതൃത്വത്തിലുള്ള പറവ ഫിലിംസ് ചെലവഴിച്ചിട്ടില്ല. പല ആളുകളിൽ നിന്നായി പണം പിരിക്കുകയായിരുന്നു. ഈ പണം പിരിച്ചതിന് ശേഷം സിനിമ സാമ്പത്തിക നേട്ടം നൽകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വിഹിതം മറ്റു ആളുകൾക്ക് കൂടി നൽകേണ്ടതാണ്. എന്നാൽ അവിടെയാണ് ഈ പ്രതികൾ വഞ്ചന നടത്തിയത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 7 കോടി നിക്ഷേപിച്ചാൽ 40% ലാഭവീതം നൽകാമെന്ന കാര്യമായിരുന്നു ഈ ഒരു കരാറിൽ, പരസ്പരം ഉണ്ടാക്കിയ കരാറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2022 നവംബർ 30 കരാർ ഒപ്പിടുമ്പോൾ നിർമ്മാതാക്കൾ ഇക്കാര്യങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറി എന്നതാണ് പരാതി. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൗബിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി.